ഹലോ ഗായ്സ്, ഇത് നമ്മൾ വീട്ടിൽ പച്ചക്കറി വളരാൻ വേണ്ടി സെറ്റാക്കിയിട്ടുള്ളൊരു പന്തലാണ്. ഇത് കുറച്ച് പൈസ ചിലവാക്കി, വലിയ പൈസ ചിലവായിട്ടില്ല. നമ്മൾ GI പൈപ്പ് വാങ്ങിയിട്ട് 79 രൂപ കിലോയ്ക്ക് GI പൈപ്പ് വാങ്ങിയിട്ട് ഏകദേശം 500 രൂപയ്ക്ക് നമ്മൾ പൈപ്പ് വാങ്ങി, പിന്നെ നെറ്റ് വാങ്ങി സെറ്റാക്കി ഇറക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും കായ്ച്ചിട്ടും പിടിച്ചിട്ടും ഇല്ല, പിന്നെ എന്തിനപ്പം തന്നെ പൈപ്പ് എന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊന്ന് ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ട ചെറിയൊരു ചെടികൾ നമ്മൾ കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യത്തിന് നമുക്ക് വിളവെടുക്കൽ കഴിഞ്ഞ് കണ്ടോ, ചെറിയൊരു ഗ്രോ ബാഗിൽ കുഴിച്ചിട്ടതാണ്. ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ആ മര എല്ലാ സാധനങ്ങളും കായ്ച്ചെറുക്കണം. കണ്ടോ, ചെറുത് ഇത് ഒരു സെറ്റ് കഴിഞ്ഞതാട്ടോ നമ്മൾ വിളവെടുപ്പ്. ഇപ്പോൾ എല്ലാം കായ്ച്ചെറുക്കണം. ഇപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളിത് ആദ്യം കുഴിച്ചിട്ടപ്പോൾ ഇത് പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇത്രയ്ക്ക് പടരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് സെറ്റാക്കിയതാണ് ഈ വല. അതിൻ്റെ ഒരു അപാകത നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഈ പയറുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുകളിലേക്ക് പടർന്ന് പോകണം, എന്നാലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ സെറ്റപ്പ് ചെയ്ത് ഇത് വിജയിച്ചെന്ന് കണ്ടപ്പോൾ പിന്നീട് കിട്ടിയ പന്തലത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളിപ്പം തന്നെ പൈസ ചിലവാക്കി പന്തലിട്ട്. കാരണം ഈ സാധനം പിടിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിൽ പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ സംഭവത്തിൽ ഒരു തുള്ളി രാസവളം ഇടുന്നില്ല. കംപ്ലീറ്റ് ജൈവ പരിപാടിയാണ് ഇവിടെ. കാരണം വേറെ ഒന്നുമില്ല, വിൽക്കാനല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ തിന്നാൻ. ഇത് കണ്ടോ, നല്ല നീളം വെക്കുന്ന പയറാണ്. ഇതിപ്പോൾ വേറൊരു ഇഷ്യൂ എന്താ വെച്ചാൽ ഇവിടെ ഈ അണ്ണാരക്കണ്ണം വന്നിട്ട് ഇത് പയർ സംഭവം ഇവിടുന്ന് പൊട്ടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറേ സീഡിയൊക്കെ തൂക്കി നോക്കി, നോ രക്ഷ. ഈ സാധനം, ഈ വെള്ളപ്പയർ എന്താ അറിയില്ല, മൂപ്പർക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടമാനം പറിച്ച് കൊണ്ടുപോകണ്ട. അതിന് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണം. സീഡി കെട്ടി തൂക്കി കഴിഞ്ഞാൽ കിളികൾ അധികം വരില്ല. അപ്പോൾ അതുപോലെ തന്നെ കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ. നമ്മളിപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൈവവളട്ടർ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെണ്ടയ്ക്ക ഉണ്ടോ നിങ്ങൾ, ഇതൊരു ഹൈബ്രിഡ് തരത്തിൽപ്പെട്ട വെണ്ടയാണ്. സാധാരണ വെണ്ടയല്ല, അതൊരു വെണ്ടയ്ക്ക ചെടി എന്ന് പറയാൻ പറ്റില്ല, വെണ്ടയ്ക്ക മരം എന്ന് പറയാം. കാരണം ആ ജാതിയിലാണ് ഇത് വളർന്നു വന്നത്. ഇത്രയും ചെറിയ ഗ്രോ ബാഗിൽ ഇത് വളർന്നു വന്ന് ഇഷ്ടംപോലെ വെണ്ടയ്ക്ക നമുക്ക് കിട്ടി. ഇതല്ലാട്ട വലുപ്പം, ഇതിലും നല്ല വലുപ്പം വയ്ക്കും ഈ ചെടികൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുളക് കുഴിച്ചിട്ട് അതും മുളച്ച്, ചീര ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചതിൻ്റെ ശേഷം വളർന്നു. അത്യാവശ്യത്തിന് വേണ്ട പച്ചക്കറികൾ ഈ ഗ്രോ ബാഗിൽ നിന്ന് ഒരു തമാശ രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് നല്ലൊരു അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ഇപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ഉപ്പേരി വെക്കാനുള്ള പച്ചക്കറികൾ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ശാസ്ത്രീയപരമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ പന്തൽ സെറ്റാക്കിയത്. ഇപ്പം എന്തേ 3 കയ്പ്പയ്ക്ക വള്ളിയല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ പുച്ഛിക്കും. പക്ഷേ ഇത് വളർന്ന് പന്തലിച്ചതിൻ്റെ ശേഷം നമ്മളൊരു വീഡിയോ ഇട്ടു, ഫുൾ പടർന്ന് പന്തലിച്ചതിൻ്റെ ശേഷം ഒരു സെറ്റപ്പ് വീഡിയോ നമ്മളായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.